നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോനായ നിനക്കല്ലാതെ ഞാൻ ആർക്കാ വിഷു കൈനീട്ടം കൊടുക്കുന്നത്? ഇപ്പൊ പിന്നെ അശ്വിനും അതിഥിക്കും കൊടുക്കും. മോനെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്താ ദൈവമേ? അല്ല, അമ്മ മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ ജയിലിൽ പോണെന്ന് വാശി പിടിച്ചിട്ട് അത് ഞാൻ തന്ത്രപൂർവ്വം മുടക്കി. മീനാക്ഷിയുടെ അച്ഛൻ അവിടെ ജയിലിൽ സന്ദർശകരെ കാണുന്നില്ല എന്ന് ഒരു കള്ളം പറഞ്ഞു. ആ പിന്നെ അമ്മേ, വിഷു ദിവസമായ നാളെ തന്നെയാ മീനാക്ഷിയുടെ അമ്മയുടെ 16 അടിയന്തരത്തിന്റെ ബലികർമ്മങ്ങളും. ഈ മുറ്റത്ത് വെച്ച് അവൾ ഒരു കർമ്മം മേലാൽ ചെയ്യില്ലെന്നാ കാർത്തി നീ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. മുത്തശ്ശിയോടുള്ള ആ വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അവൾ ആവശ്യപ്പെട്ടതുപോലെ കർമ്മത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മ അവളുടെ കൂടെ തന്നെ നിൽക്കണം. ഔട്ട് ഹൗസിന്റെ മുന്നിൽ വെച്ച് അവള് കർമ്മം ചെയ്താ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാവുമല്ലോ മോനെ. പേടിക്കാതിരിക്കമ്മേ. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളൊക്കെ നമ്മള് നേരിട്ടല്ലേ പറ്റൂ. മുത്തശ്ശി ഇങ്ങനെ കിടന്ന് വെറുതെ ബേളം വെക്കുന്നതേ ഉള്ളൂ. ഉള്ള മുല്ല പോവാ. മുത്തശ്ശിയെ ഞാൻ കറക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളാം, എല്ലാം കഴിഞ്ഞിട്ട്. ആ അമ്മേ, പിന്നെ അമ്മ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. എന്താന്ന്? അല്ല, എന്താ ദേവമ്മേ മോനും കൂടി ഒരു രഹസ്യം? വല്ല ഗൂഢാലോചനയാണോ? എന്താടാ, ഇവിടെ നീ പോലീസിലെടുത്തോ? എന്റെ ദേവമ്മയ്ക്ക് പോലീസുകാർക്ക് വേണ്ട കൂർമ്മ ബുദ്ധിയൊന്നുമില്ല. ആ, അതില്ല. കൂർമ്മ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ ഇവക്ക് ഇങ്ങനൊന്നും വരില്ലായിരുന്നല്ലോ. ആ, അതവിടെ ഇരിക്കട്ടെ. വിഷയം വഴിതിരിച്ചു വിടുകയൊന്നും വേണ്ട. കേക്കട്ടെ, എന്തായിരുന്നു ആ രഹസ്യം? രഹസ്യോ? എന്ത് രഹസ്യം? എന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കയ്യിന്ന് നാളെ വിഷുക്കൈ നീട്ടം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങള്. അതിമനോഹരമായ ഒരു കള്ളത്തരം വളരെ സ്വാഭാവികമായ രീതിയിൽ നീ പറഞ്ഞൊപ്പിച്ചു. നീ വേറെ എന്തോ ആണെന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്റെ മുത്തശ്ശി, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. ആഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വിഷുക്കണി ഒരുക്കം. നന്ദിനി അടുത്തേക്ക് എന്നെ കൂടി വിളിക്കരുതായിരുന്നോ? വിളിക്കുന്ന എന്തിനാ? കൂടിക്കോ. വിഷുക്കണി ഒരുക്കല് പോലെ ഒരു രസമുള്ള കാര്യമാ ഉത്രാട രാത്രി വെപ്രാളവും. ഉത്രാട രാത്രിക്ക് ഇത്ര വെപ്രാളം എന്തുവാ? അതൊരു വെപ്രാള രാത്രിയാണല്ലോ അമ്മേ. അത് നിനക്ക്, ഞങ്ങൾക്കതില്ല. ഇന്ന് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, ഞാൻ മറുപടി തരാം. പക്ഷേ നാളെ അതുണ്ടാവില്ല. നാളെ എന്താ? നാളെ ഞാൻ മൗനവ്രതത്തില. ഓ, മൗനവ്രതമോ? വളരെ നല്ല കാര്യം. അതിലേറെ സമാധാനം. അതെ, നിന്റെ നാത്തോനോടും എന്റെ മകളുമായ സാവിത്രിയോടും കൂടി ഒന്ന് പറ മൗനവ്രതം എടുക്കാൻ. എങ്കിലും നാളെ ചെമ്പകമംഗലത്തിനും കൂടെ ഒരു സ്വസ്ഥതയുണ്ടാവും. എന്റെ ദൈവമേ, 2 നാക്കുകൾ അടങ്ങിയിരുന്നാൽ എന്ത് വെളിച്ചമായിരിക്കും ഈ വീടിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.